പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാന് പങ്കുണ്ട് എന്ന് സ്ഥിരീകരിച്ചതോടെ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായ ആദ്യ നടപടി സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നുള്ളതാണ്. യുദ്ധപ്രഖ്യാപനമായി കാണേണ്ടിവരും എന്നാണ് പാകിസ്ഥാൻ അതിനോട് പ്രതികരിച്ചത്. ഒരു നദീജല കരാർ മരവിപ്പിക്കുന്നതിനെ പാകിസ്ഥാൻ യുദ്ധപ്രഖ്യാപനം എന്ന് പറഞ്ഞെങ്കിൽ അതിന് അത്രമാത്രം പ്രാധാന്യമുണ്ടാകണം. പരിശോധിക്കാം എന്താണ് സിന്ധു നദീജല കരാർ എന്ന് വിശദമായി. 1947 വിഭജനത്തോടെയാണ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുണ്ടായതെന്ന് നമുക്കെല്ലാം അറിയാം. വിഭജനകാലത്തെ പ്രധാന പ്രശ്നമായിരുന്നു രണ്ട് രാജ്യങ്ങളിലുമായി ഒഴുകുന്ന നദികളെ എങ്ങനെ പകുത്തെടുക്കും എന്നത്. ഇരു രാജ്യങ്ങളിലുമായി ഒഴുകുന്ന പ്രധാന നദിയാണ് സിന്ധു നദി. 5 കൈവഴികളാണ് സിന്ധു നദിക്കുള്ളത്. ചെനാബ്, ഝലം, രവി, ബിയാസ് ആൻഡ് സത്ലജ് എന്നിങ്ങനെ 5 കൈവഴികൾ. ടിബറ്റിൽ ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് കടന്ന് അറബിക്കടലിൽ പതിക്കുന്നതാണ് ഇതിലെ ഭൂരിഭാഗം കൈവഴികളും. 1947 ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അഗ്രിമെന്റ് ആയിരുന്നു ആദ്യമുണ്ടായത്. ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലെത്തുന്നതുകൊണ്ട് നദിയുടെ ഒഴുക്കിൽ മാറ്റം വരുത്തരുത് എന്നായിരുന്നു ഇതിലെ വ്യവസ്ഥ. എന്നാൽ പിന്നീട് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കമുണ്ടാകുന്നു. തൊട്ടടുത്ത വർഷം 1948 ഇന്റർ ഡൊമിനിയൻ അക്കോർഡ് നിലവിൽ വരുന്നു. അതിലെ വ്യവസ്ഥ പ്രകാരം ഇന്ത്യ നദിയിലെ ഒഴുക്ക് തടസ്സപ്പെടുത്തില്ല എന്നതിന് പകരം പാകിസ്ഥാൻ ഒരു നിശ്ചിത വാർഷിക വേതനം ഇന്ത്യക്ക് നൽകണം എന്നായി സ്ഥിതി. വൈകാതെ ആ വ്യവസ്ഥയിലും ജല ഉപയോഗം സംബന്ധിച്ചും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കം രൂക്ഷമാകുന്നു. അതോടെ ലോക ബാങ്ക് വിഷയത്തിൽ ഇടപെടുകയാണ്. അങ്ങനെ 2 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരുടെ സംഘവും രാഷ്ട്ര നേതാക്കളും ഈ വിഷയത്തിൽ ഇടപെട്ട് നിരവധി ചർച്ചകൾ നടത്തി 1960 ഒരു പുതിയ ജലകരാർ നിലവിൽ വരുന്നു. സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി. കരാറിലെ പ്രധാന വ്യവസ്ഥ എന്താണെന്ന് നോക്കാം. സിന്ധു നദിയെ രണ്ടായി മുറിക്കുന്നത് പീർ പഞ്ചാൽ മലനിരകളാണ്. 2 വശത്തായി ഒഴുകുന്ന നദികളുടെ നിയന്ത്രണം 2 രാജ്യങ്ങൾക്കായി നൽകുന്നതാണ് ഈ കരാർ. കിഴക്ക് ദിക്കിലെ രവി, സത്ലജ്, ബിയാസ് എന്നീ നദികളുടെ നിയന്ത്രണാവകാശം ഇന്ത്യക്കും പടിഞ്ഞാറുള്ള ഇൻഡസ്, ഝലം, ചെനാബ് എന്നീ നദികളുടെ നിയന്ത്രണാധികാരം പാകിസ്ഥാനും നൽകിയിരിക്കുകയാണ്. ഇതിൽ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള നദികൾ ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ അതിന്റെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്താതെ അതിലെ ജലം വിവിധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉപയോഗിക്കാം എന്നും ഈ കരാറിൽ പറയുന്നുണ്ട്. സിന്ധു നദിയും പോഷക നദികളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും അങ്ങോട്ടും ഇങ്ങോട്ടും സമയാസമയങ്ങളിൽ കൈമാറണം എന്നും പറയുന്നു. നദികളിൽ എന്ത് പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ആ വിവരം കണക്കുകൾ സഹിതം ഇരു രാജ്യങ്ങളും ഷെയർ ചെയ്യണം എന്നർത്ഥം. ഇങ്ങനെയുള്ള ഒരു കരാർ മരവിപ്പിക്കുന്നതിലൂടെ ഇനി നദികളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുത്താനോ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനോ ഇന്ത്യക്ക് കഴിയും. അത്തരം വിവരങ്ങൾ പാകിസ്ഥാനെ മുൻകൂട്ടി അറിയിക്കേണ്ട വ്യവസ്ഥയും ഇനിയില്ല. അപ്പോൾ അതെങ്ങനെ പാകിസ്ഥാനെ പ്രതികൂലമായി ബാധിക്കും എന്നതാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം കൃഷിയാണ്. കൃഷിക്കുള്ള ജലത്തിനായി പാകിസ്ഥാൻ മുഖ്യമായും ആശ്രയിക്കുന്നത് സിന്ധു നദിയെയുമാണ്. അതായത് കൃഷിയുടെ 80% ആശ്രയിക്കുന്നത് സിന്ധുവിലെയും പോഷക നദികളിലെയും വെള്ളത്തെയാണ്. അപ്പോൾ സിന്ധുവിലെ ജലത്തിന്റെ ഒഴുക്കിൽ എന്ത് നിയന്ത്രണം കൊണ്ടുവന്നാലും അത് പാകിസ്ഥാന്റെ ഭക്ഷ്യ സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിക്കും എന്ന് വ്യക്തം. ഡാമുകളിലെ ഷട്ടറുകൾ പാകിസ്ഥാനെ അറിയിക്കാതെ തുറക്കാനും നിയന്ത്രിക്കാനും ഇന്ത്യക്ക് ഇനി സാധിക്കും. വലിയ പ്രതിസന്ധിയാകും അത് പാകിസ്ഥാനിൽ ഉണ്ടാക്കുക. കരയുദ്ധത്തെക്കാൾ വലിയ ആഘാതം സിന്ധുവിലെ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ടാക്കാൻ കഴിയും എന്ന് സാരം. ഇന്ത്യ നിലപാടിൽ ഉറച്ചു തന്നെയാണ്. ഭീകരവാദത്തിന് നൽകുന്ന പിന്തുണ പാകിസ്ഥാൻ എന്ന് പൂർണ്ണമായി നിർത്തുന്നോ അന്ന് സിന്ധു നദീജല കരാറിനെ കുറിച്ച് വീണ്ടും ആലോചിക്കാം എന്നാണ് ഇന്ത്യയുടെ ശക്തമായ നിലപാട്.